എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു പാക്കറ്റായിരുന്നു. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. സോ ദിസ് ഇസ് ദ പാക്കേജ്. ഇതാണ് നമ്മൾ തേടി വന്ന പാക്കേജ്. ലെറ്റ്സ് അൺബോക്സ് ദിസ്. അതെൻ്റെ ഭാര്യയുടെ കാര്യങ്ങളാണ്. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. കത്തി ചിലരൊക്കെ പറയും മുടുക്കനായിട്ടും ചിക്കളി നിർത്താനായില്ലേ എന്ന്. നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച സാധനങ്ങളായിരുന്നു ഇതൊക്കെ. അന്നത്തെ കാലത്ത് അത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സാധനം അവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇങ്ങനെ പിടി. സോ ഇപ്പോഴാണ് അതിനുള്ള സമയവും കാലമെല്ലാം ഒത്തു വന്നത്. അപ്പോൾ ഓരോന്നായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രിൻ്റ് എവിടെയാണോ? നല്ല കാര്യമാണ്. എൻ്റെ മോനെ ഗൈസ്, 90s കിഡ്സിനോട് പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവരും പവർ റേഞ്ചേഴ്സ് ഫാനായിരിക്കും. ഞാനൊരു കട്ട പവർ റേഞ്ചേഴ്സ് ഫാനായിരുന്നു ആണ്. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ മേടിക്കാൻ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടേ ഉള്ളൂ, ഇങ്ങനത്തെ ആക്ഷൻ ഫിഗേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അന്നതൊന്നും സാധിച്ചില്ല, ഇന്നാണത് സാധിച്ചത്. സോ ഓരോന്നോരോന്നായി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഗൈസ്, ഇത് പഴയൊരു പവർ റേഞ്ചേഴ്സ് സീരീസിലെ സിയോ എന്ന് പറയുന്ന പവർ റേഞ്ചേഴ്സിലെ റെഡ് റേഞ്ചറാണ്. റെഡ് റേഞ്ചർ ഇത് ആക്ഷൻ ഫിഗറാണ്. ഇതിൻ്റെ കൈകാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങും. ഇത് നമുക്ക് ഇത് എനിക്ക് ഈബേ എന്നാണ് വാങ്ങിയത്. എന്താ കൈകാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും, കണ്ട. സോ റെഡ് ആയിട്ട് ഇത് ബ്ലൂ റേഞ്ചർ ഗായ്സ്, ബ്ലൂ റേഞ്ചർ ഇവിടെ കിടക്ക്. എൻ്റെ ഫേവറേറ്റ് ഗോൾഡ് റേഞ്ചർ. ഇത് നമ്മുടെ ഏതാണ് മൈറ്റി മോർഫിൻ്റെ അകത്ത് റെഡ് റേഞ്ചർ എന്ന ജെയ്സൺ ആയിരുന്നു ഇതിനകത്ത് ഗോൾഡ് റേഞ്ചർ ആയിട്ട് വന്നത്. ഫുള്ള് ബ്ലാക്ക് ആണ്. എന്നിട്ട് ഉമ്മാരെന്താണ് ഗോൾഡ് റേഞ്ചർ എന്ന് വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ഗോൾഡ് റേഞ്ചർ ഇച്ചിരി വലിപ്പം കുറഞ്ഞത്. ഇത് റെഡ് റേഞ്ചറിൻ്റെ ബൈക്ക്. നോക്ക്, സോറി, ബൈക്കിൻ്റെ തലയാണിത്. ഇതിങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റാൻഡല്ലേ. സോ ഇന്ന് വന്നത് ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഷെൽഫിൽ. വേറെ കുറേ ആക്ഷൻ ഫിഗേഴ്സും കുറച്ച് ഹോട്ട് വീൽസൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ജസ്റ്റ് ഇന്ന് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഷെൽഫ് മൊത്തത്തിൽ സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ കാണിക്കാം. നമ്മളാദ്യം ഗോൾഡ് റേഞ്ചർ ആയിരുന്നു. ഗോൾഡ് റേഞ്ചറിൻ്റെ ഒരു ബൈക്കും കൂടെ വന്നിട്ടുണ്ട്, ഒരു ബൈക്ക്. പിന്നെ ഉള്ളത് ഗ്രീൻ റേഞ്ചർ, ഗ്രീൻ സിയോ റേഞ്ചർ. പിന്നെ ബ്ലൂ സിയോ റേഞ്ചർ. പിന്നെ നമ്മുടെ റെഡ് റേഞ്ചർ. ഇന്ന് വന്ന പാക്കേജിലുണ്ടായിരുന്ന ആക്ഷൻ ഫിഗേഴ്സാണ് ഈ പവർ റേഞ്ചേഴ്സിൻ്റെ ആക്ഷൻ ഫിഗേഴ്സ്. വേറെ കുറച്ചും കൂടെ ഞാൻ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ വരുന്നതായിരിക്കും. ഓരോന്നായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പവർ റേഞ്ചേഴ്സ് മാത്രമല്ല, വേറെയും കുറേ ആക്ഷൻ ഫിഗേഴ്സ്, അതായത് ഇപ്പം DC, മാർവൽ അങ്ങനെയുള്ള ഓരോരോ ഫ്രാഞ്ചൈസികളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വാങ്ങാൻ. പിന്നെ കുറച്ച് ഹോട്ട് വീൽസൊക്കെ ഉണ്ട്. കളക്ഷൻസൊക്കെ ഞാൻ വഴിയെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.